ഹലോ, നമസ്കാരം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്ന ഭാഗമാണ് ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് തുടങ്ങി വച്ചിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് പറയുന്നത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, അധികാരവും ഉത്തരവാദിത്വവും. എന്താണ് അധികാരം? അതോറിറ്റി ഈസ് ദി റൈറ്റ് ഓഫ് സുപ്പീരിയർ ഗീവ് ഓർഡേഴ്സ് ടു ദി സബോർഡിനേറ്റ്. റൈറ്റ് ഓഫ് സുപ്പീരിയർ ഗീവ് ഓർഡേഴ്സ് ടു ദി സബോർഡിനേറ്റ്സ്. എന്താണ് പറയുന്നത്? കീഴുദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകാനുള്ള മേലുദ്യോഗസ്ഥരുടെ അവകാശമാണ് അധികാരം. കീഴുദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകാനുള്ള മേലുദ്യോഗസ്ഥരുടെ അവകാശത്തെ അധികാരമെന്ന് വിളിക്കുന്നു. റെസ്പോൺസിബിലിറ്റി റെഫേഴ്സ് ടു ദി ഒബ്ലിഗേഷൻ അക്കംപ്ലിഷ്ഡ് ദി ഒബ്ജക്റ്റീവ്സ്. സംഘടനാ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി തൊഴിലാളികൾക്കുള്ള കടമയാണ്. സംഘടനാ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള തൊഴിലാളികളുടെ കടമയെ, ബാധ്യതയെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. തൊഴിലാളികൾ കിട്ടുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവർ കൃത്യമായി ജോലി ചെയ്യേണ്ടതുണ്ട്. അവരുടെ ആ ബാധ്യതയാണ് ഉത്തരവാദിത്വം എന്ന് വിളിക്കുന്നത്. ഹെൻറി ഫയോൾ പറയുന്നത് ഇവിടെ ഒരാൾക്ക് അധികാരം നൽകുന്നുവെങ്കിൽ അതിനനുയോജ്യമായ ഉത്തരവാദിത്വവും നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വിജയിക്കണമെങ്കിൽ അദ്ദേഹത്തിന് അധികാരവും ഉത്തരവാദിത്വവും നൽകണമെന്ന് ഹെൻറി ഫയോൾ രണ്ടാമത്തെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൽ പറയുന്നു. മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ് ഡിസിപ്ലിൻ, അച്ചടക്കം. എന്താണ് ഡിസിപ്ലിൻ? ഡിസിപ്ലിൻ ഇംപ്ലൈസ് ഒബീഡിയൻസ് ആൻഡ് റെസ്പെക്റ്റ് ടു ദി സുപ്പീരിയർ. അനുസരണ, അധികാരിയോടുള്ള ബഹുമാനം എന്നതാണ് അച്ചടക്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേലുദ്യോഗസ്ഥരെ അനുസരിക്കുകയും അവരെ ബഹുമാനിക്കുകയും നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുക എന്നുള്ളത് അച്ചടക്കമാണ്. കൃത്യമായ അച്ചടക്കം സ്ഥാപനത്തിൽ ഉണ്ടാവണമെങ്കിൽ അവിടെ തൊഴിലാളികളുടെ ഒരു ഐക്യമുണ്ടായിരിക്കണം. ശിക്ഷിക്കാനും രക്ഷിക്കാനുമുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. കൃത്യമായ മേൽനോട്ടം ഉണ്ടായിരിക്കണം. ഇങ്ങനെയെങ്കിൽ അവിടെ അച്ചടക്കം പാലിക്കുമെന്ന് ഹെൻറി ഫയോൾ മൂന്നാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നു. അനുസരണയും അധികാരിയോടുള്ള ബഹുമാനവും നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതുമാണ് അച്ചടക്കമെന്നാണ് ഹെൻറി ഫയോൾ മൂന്നാമത്തെ തത്വത്തിൽ പറയുന്നത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാ തത്വങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത് എങ്കിലും അടുത്ത പ്രിൻസിപ്പിളാണ് പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ്. എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ്? ഹെൻറി ഫയോൾ പറയുന്നത് ദിസ് പ്രിൻസിപ്പിൾ സേസ് ദാറ്റ് an employee should receive orders and instruction from one superior and be responsible to same superior. That an employee should receive orders and instruction from one superior and be responsible for same superior. എന്താണ് പറയുന്നത്? ഇദ്ദേഹം പറയുന്നത് ഒരു ജീവനക്കാരൻ ഒരു മേധാവിയിൽ നിന്ന് മാത്രമേ കൽപ്പനകൾ സ്വീകരിക്കാവൂ എന്നും അദ്ദേഹത്തോട് മാത്രമേ ഉത്തരവാദിത്വപ്പെടാൻ പാടുള്ളൂ എന്നുള്ളതുമാണ് ഈ തത്വത്തിൽ ഹെൻറി ഫയോൾ പറയുന്നത്. ഒരു ജീവനക്കാരൻ ഒരു മേധാവിയിൽ നിന്ന് മാത്രമേ കൽപ്പന സ്വീകരിക്കാവൂ എന്നും അദ്ദേഹത്തോട് മാത്രമേ ഉത്തരവാദിത്വപ്പെടാൻ പാടുള്ളൂ എന്നുമാണ് ഹെൻറി ഫയോൾ ഈ തത്വത്തിൽ പറയുന്നത്. ഇദ്ദേഹം പറയാനുള്ള കാരണം, ഒന്നിലേറെ മേധാവികളിൽ നിന്ന് പരസ്പര വിരുദ്ധമായ കൽപ്പനകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരൊറ്റ മേധാവിയിൽ നിന്ന് മാത്രമേ ജീവനക്കാരന് ഉത്തരവാദിത്തപ്പെടാൻ പാടുള്ളൂ, അദ്ദേഹത്തിന് നിർദ്ദേശങ്ങൾ നൽകാൻ പാടുള്ളൂ. അതാണ് സ്ഥാപനത്തിന് ഗുണകരം എന്നാണ് ഹെൻറി ഫയോൾ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന തത്വത്തിലൂടെ പഠിപ്പിക്കുന്നത്. അടുത്ത പ്രിൻസിപ്പിളാണ്, അഞ്ചാമത്തെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. എന്താണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്നതുകൊണ്ട് ഹെൻറി ഫയോൾ പഠിപ്പിക്കുന്നത്? ദിസ് പ്രിൻസിപ്പിൾസ് ഈച്ച് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഹാവിങ് സെയിം ഒബ്ജക്റ്റീവ്സ് മസ്റ്റ് ഹാവ് വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ.
Each group of activities having same objectives must have one head and one plan. ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് ഒരു പ്ലാനും ഒരു തലവനും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഹെൻറി ഫയോൾ ഈ തത്വത്തിൽ പറയുന്നത്. ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന്, ഒരു സംഘത്തിന് ഒരു പ്ലാനും ഒരു തലവനും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ തത്വത്തിൽ ഹെൻറി ഫയോൾ പറയുന്നത്. പറയാനുള്ള കാരണം, സ്ഥാപനത്തിലെ എല്ലാ തൊഴിലാളികളുടെയും അധ്വാനം ഒരു പൊതുലക്ഷ്യത്തേക്കുള്ളതായിരിക്കണമെന്നും അത് ഒരു മാനേജ്മെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ ഉള്ളതായിരിക്കണമെന്നുള്ളതാണ് ഹെൻറി ഫയോൾ ഈ തത്വത്തിൽ നിർദ്ദേശിക്കപ്പെടുന്നത്. ഹെൻറി ഫയോളിൻ്റെ അടുത്ത പ്രിൻസിപ്പിളാണ്, മാനേജ്മെൻറ്റിൻ്റെ 6ാമത്തെ പ്രിൻസിപ്പിളാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ദി ജനറൽ ഇൻട്രസ്റ്റ്. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ദി ജനറൽ ഇൻട്രസ്റ്റ്. വ്യക്തി താൽപ്പര്യം പൊതു താൽപ്പര്യത്തിന് വിധേയമാക്കുക. വ്യക്തി താൽപ്പര്യം പൊതു താൽപ്പര്യത്തിന് വിധേയമാക്കുക. എന്താണ് പ്രിൻസിപ്പിൾസിൽ പറയുന്നത്? ഇൻഡിവിജ്വൽസ് ആർ വർക്കിംഗ് ഇൻ ദി ഓർഗനൈസേഷൻ must realize that the general interest of the concern is more important than the self-interest. ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി വ്യക്തി താൽപ്പര്യങ്ങൾക്ക് അതീതമായി പൊതു താൽപ്പര്യങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ താൽപ്പര്യത്തിന് മുൻഗണന നൽകണമെന്നാണ് ഹെൻറി ഫയോൾ ഈ തത്വത്തിൽ പറയുന്നത്. വ്യക്തി താൽപ്പര്യവും സ്ഥാപനത്തിൻ്റെ താൽപ്പര്യവും കോർത്തു വലിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ, പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് എല്ലാ തൊഴിലാളികളും സ്ഥാപനത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത് എന്നാണ് ഹെൻറി ഫയോൾ 6ാമത്തെ പ്രിൻസിപ്പിളിൽ പറയുന്നത്. അടുത്ത പ്രിൻസിപ്പിളാണ് റെമ്യൂണറേഷൻ ഓഫ് പേഴ്സണൽ. തൊഴിലാളികളുടെ ശമ്പളം അല്ലെങ്കിൽ ജീവനക്കാരുടെ പ്രതിഫലം. Fayol's view that the remuneration of employees should always be fair and reasonable. Remuneration of employee should always be fair and reasonable. ജീവനക്കാർക്ക് പ്രതിഫലം നൽകുന്നത് നീതിക്കും ന്യായത്തിനും നിരക്കുന്നതായിരിക്കണമെന്നാണ് ഹെൻറി ഫയോൾ പറയുന്നത്. ജീവനക്കാർക്ക് നൽകുന്ന പ്രതിഫലം നീതിക്കും ന്യായത്തിനും നിരക്കുന്നതായിരിക്കണമെന്ന് ഹെൻറി ഫയോൾ ഈ തത്വത്തിൽ പറയുന്നു. ജീവിത ചെലവും തൊഴിലാളികളുടെ ക്ഷാമവും വ്യാപാരത്തിൻ്റെ ധനസ്ഥിതിയുമൊക്കെ നോക്കി വേണം ഒരു തൊഴിലാളികൾക്ക് ശമ്പളം നിശ്ചയിക്കേണ്ടത് എന്നാണ് ഹെൻറി ഫയോൾ അടുത്ത പ്രിൻസിപ്പിളിൽ പറയുന്നത്. അടുത്ത പ്രിൻസിപ്പിളാണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. അധികാര കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും. എന്താണ് സെൻട്രലൈസേഷൻ? സെൻട്രലൈസേഷൻ മീൻസ് കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഫ്യൂ, ദാറ്റ് ഈസ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഫ്യൂ, ദാറ്റ് ഈസ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അല്പം ചിലരുടെ കൈകളിൽ അധികാരം നിലനിൽക്കുന്നതിനെ, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ അധികാരം നിലനിൽക്കുന്നതിനെയാണ് കേന്ദ്രീകരണം എന്ന് വിളിക്കുന്നത്. ബട്ട് ഡീസെൻട്രലൈസേഷൻ ഈസ് ദി അതോറിറ്റി ഷെയർഡ് ടു ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ. അതോറിറ്റി ഷെയർഡ് ടു ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. എന്നാൽ അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ ഉന്നത തലങ്ങളിലുള്ള അധികാരങ്ങൾ കീഴ്ത്തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്നതിനെയാണ്, കൈമാറുന്നതിനെയാണ് അധികാര വികേന്ദ്രീകരണമെന്ന് വിളിക്കുന്നത്. കീഴ് ജീവനക്കാർക്ക് പ്രാധാന്യം നൽകുന്നതാണ് അധികാര വികേന്ദ്രീകരണമെങ്കിൽ, കീഴ് ജീവനക്കാർക്ക് ഒരു പ്രാധാന്യവും നൽകാത്ത ഒന്നാണ് അധികാര കേന്ദ്രീകരണം. ഹെൻറി ഫയോൾ പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു അവസ്ഥ മാനേജ്മെൻറ്റിൽ ഉണ്ടായിരിക്കണമെന്ന് ഹെൻറി ഫയോൾ നിർദ്ദേശിക്കപ്പെടുന്നു. അങ്ങനെ മാനേജ്മെൻറ്റ് 8 പ്രിൻസിപ്പിളാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്.
ഇനി 6 പ്രിൻസിപ്പിൾസ് കൂടെ ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ളത് ഓരോന്നും വിശദമായിട്ട് പഠിക്കണം. നോട്ട്സ് അയച്ചു തരുന്ന സമയത്ത് നോട്ട്സിലില്ലാത്തതൊക്കെ ക്ലാസ്സിൽ കിട്ടുന്നത് അതേപോലെ നോട്ട്സിലേക്ക് പകർത്തി വെച്ച് കൃത്യമായി പഠിച്ചെടുക്കണം. നല്ല മാർക്ക് വാങ്ങണം. എസ്സേ ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് ഓരോന്നും വിശദമായി പഠിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.